നമ്മുടെ നാട്ടില് എല്ലാ എക്സിസ്റ്റിംഗ് ലോസ് ആൻഡ് എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് നാഷണൽ വിമൻസ് കമ്മീഷൻ രൂപീകൃതമായത് എനിക്ക് തോന്നുന്നു 1992 92 ജനുവരി 31. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 45 വർഷം കഴിഞ്ഞു വിമൻസ് കമ്മീഷൻ ഉണ്ടാവാനായിട്ട്. അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വൾണറബിൾ സെക്ഷൻസ് ആയിട്ട് നിൽക്കുന്ന എക്സ്ട്രീം വയലൻസ് അവർ ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പറഞ്ഞ 45 വർഷവും കടന്നുപോയത് അതിനു മുൻപും. അപ്പോൾ ആ ഏതാണ്ട് അരനൂറ്റാണ്ട് എടുത്തു കേരളത്തിലൊരു സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 96 മാർച്ച് 14. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന 2026 ഫെബ്രുവരി മാസം 6 തീയതി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായപ്പോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഒരു മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഇവിടെ ഉയർന്നു എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മുടെ സൊസൈറ്റിയിലെ പാട്രിയാർക്കൽ നേച്ചറിനെ ഒന്ന് ഉറപ്പിക്കുക കൂടിയാണ്. കാരണം ഇക്കാലം അത്രയും പുരുഷന്മാർ അധീശത്വം വഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്ത്രീകളിലേക്ക് അത് സഞ്ചരിക്കുന്ന ഒരു 20 വർഷക്കാലത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാഹുൽ ഈശ്വർ സാറിനോട് പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് തന്നെ പറയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ശരിക്കും പുരുഷന്മാർക്കെതിരെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പോലും ഇത്ര പെട്ടെന്ന് തന്നെ ശബ്ദം ഉയർത്താനുള്ള കരുത്ത് ഈ സമൂഹത്തിൽ പുരുഷനുണ്ട്, അതേസമയം സ്ത്രീക്കതില്ല. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരക്കെതിരെ ശബ്ദം ഉയർത്തുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഒരു പ്രശ്നം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പോ കറന്റ് സിനാരിയോയിലുള്ള ഒരു വലിയ പ്രശ്നം നമ്മളെ മെൻ ഇൻവിസിബിൾ ആണ്. ഒരു റൈറ്റ്സും ഇല്ല. മാഡം ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് പോലീസ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടെന്നൊക്കെ പറയാനേ സാധിക്കുള്ളൂ. പക്ഷെ പുരുഷന് ഈ പറയുന്ന പോലത്തെ ഒരു വ്യാജ പരാതി വന്നാൽ അല്ലെങ്കിൽ പുരുഷനെതിരെ ഉണ്ടാവുന്ന സ്ത്രീകളുടെ അതിക്രമങ്ങൾ ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പൊ നമ്മളിവിടെ മെൻസ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആത്യന്തികമായിട്ട് മെൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല, ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിറ്റിസൺ ഒരു സ്പേസ് ഉണ്ടാവുകയാണ്, ഒരു വോയിസ് ഉണ്ടാവുകയാണ്. ആ ഇൻവിസിബിലിറ്റി മാറി ഞങ്ങൾ വിസിബിൾ ആണ് എന്ന് പറയാൻ പുരുഷന്മാർക്ക് സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒക്കെ ഉള്ള സമയമാണല്ലോ. അപ്പോൾ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഭാര്യ സ്ത്രീയോട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, മാനസികമായിട്ടുള്ള അവസ്ഥ എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് അബ്യൂസീവ് ആണോ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കും. അതേസമയം നമ്മുടെ നാട്ടിലാണ് ആ ചോദ്യമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് പുരുഷന്റെ പേരിൽ കേസ് എടുക്കുകയാണ്. അതേസമയം അവിടെ എങ്ങനെയാണ് ഹസ്ബൻഡിനെ വിളിക്കും. ഇവിടെ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഹസ്ബൻഡിനോടും ചോദിക്കും എങ്ങനെയുണ്ട് ജീവിതം, സുഖമായിട്ട് പോകുന്നുണ്ടോ, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടോ, മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടോ, ഹൗ ഇസ് യുവർ മെന്റൽ സ്റ്റേറ്റ്, ഹൗ ഇസ് യുവർ ഫാമിലി ലൈഫ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു നാട് മെൻ ആണോ വിമൻ ആണോ എന്നുള്ളതല്ല, സിറ്റിസൺ. ആ സിറ്റിസണിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് നമ്മൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നാട്ടിൽ അത് ഉറപ്പായിട്ടും മെൻസ് കമ്മീഷൻ. അല്ലടോ, ഈ പത്തനംതിട്ടക്കാരും അടൂരുകാരും ഒക്കെ ഇങ്ങനെയാണോ? നമ്മൾ ഇത്തരത്തിൽ ശക്തമായ വാക്കുകൾ, ഇത്തരത്തിൽ മൂർച്ചയുള്ള ആശയങ്ങൾ, ഇത്ര കൃത്യമായി ഒരു കാര്യത്തെ കൃത്യമായി അളന്ന് മുറിച്ച് പഠിച്ച് വളരെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തില്ല. ഇപ്പോൾ അതേ പാതയിൽ കോൺഗ്രസിന് ഒരിക്കലും എവിടെയും ഒരു പാളിച്ച വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ഇരുന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചും കാര്യങ്ങൾ വ്യക്തതയും വരുത്തുന്ന ഒരു വനിതാ നേതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങോട്ട് തീരുമാനിക്കുക രാഹുൽ മാങ്കൂട്ടം ഇത്തവണ എന്തായാലും മത്സരിക്കണ്ട. കാരണം ഭരണത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ ഓരോ സീറ്റുകളും വിലപ്പെട്ടതാണ്. റിസ്ക് എന്ന് പറയുന്ന എലമെന്റ് 0 റിസ്കിലായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് കോൺഗ്രസ് പറയാണ്, രാഹുലെ തൽക്കാലം നിങ്ങൾ 2026 മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് രാഹുലിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു പാലക്കാട്ട് മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ഇന്ന് രാഹുലിന് പകരമാവാൻ ശ്രീനാദേവിക്ക് കഴിയുമെന്നുള്ളതാണ്. വളരെ കൃത്യമായ നിലപാടുകൾ, അർത്ഥമുറച്ച വാക്കുകൾ, അതിനപ്പുറം കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായ ബോധ്യത്തോടു കൂടി എന്താണ് ഓരോന്നുമെന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങൾ അല്ലേ. വളരെ കൃത്യമായ ഒരു കാര്യത്തിൽ നല്ല പൊട്ടൻഷ്യലുണ്ട്, നല്ല കഴിവുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വാക്ചാതുര്യമുണ്ട്, ഒക്കെയുണ്ട്. എന്തുകൊണ്ടും പാലക്കാട്ട് പകരം രാഹുലിന് പകരം ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് നിസ്സംശയം കോൺഗ്രസിന് തീരുമാനിക്കാം. ഞാൻ അങ്ങനെ ഒരു തീരുമാനം വരുമെന്ന് കരുതുന്നു. ഇനി രാഹുൽ ഇല്ലെങ്കിൽ ഉള്ള കേസാണ് ഞാൻ പ്ലാൻ ബി ആണ് പറഞ്ഞത്. കാരണം അത്രമാത്രം അവർക്ക് എല്ലാ കാര്യങ്ങളിലെക്കുറിച്ചും വളരെ വ്യക്തമായ നിലപാടുകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ആഴത്തിലുള്ള അറിവുമുള്ള വ്യക്തിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ.
ഞാനിത് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ കോൺഗ്രസിലേക്ക് കൂടുമാറിയത് കൊണ്ടോ ഒന്നും പറയുന്നതൊന്നല്ല. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞത്, ഞാൻ ഒരു അന്വേഷണം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒന്നുമല്ല. ഒരു ചെറിയ രീതിയിൽ എന്താണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നറിയാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങളും പറച്ചിലുകളും നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ ആ ഒരു ഏരിയയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പള്ളിക്കൽ ഡിവിഷൻ, ആ ഡിവിഷന് വേണ്ടിയിട്ട് വളരെ കൃത്യമായ മാസ്റ്റർ പ്ലാനുകളുമായിട്ടാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത്. മനസ്സിലാക്കണം, ഒരു MLAക്ക് ലഭിക്കുന്ന അത്ര ഫണ്ടുകളോ അല്ലെങ്കിൽ അത്രയധികം അധികാരങ്ങളോ അധികാര പരിധികളോ ഒന്നുമില്ലാത്ത വ്യക്തിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഏകദേശം ഒരു MLAയോളം വരുമെങ്കിലും, എങ്ങനെ ഇപ്പോൾ ഒരു ഏരിയ വൈസ് ജിയോഗ്രഫിക്കലി വൈസ് ഒരു ഈ പറയുന്ന ഒരു MLAയോളം വരുമെങ്കിലും, പക്ഷേ അധികാരം വെച്ച് നോക്കുമ്പോൾ അത്രമാത്രമുള്ള ഒരു ഇതൊന്നുമില്ല. ഇവൻ ദോ അവർ നടത്തുന്ന പല കാര്യങ്ങളും, അവർ ആ പള്ളിക്കൽ ഡിവിഷന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ മാസ്റ്റർ പ്ലാനുകൾ, അവരുടെ പ്ലാനുകൾ ഒക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാ MLAമാരും എന്നില്ല, എന്നാലും മിക്കവാറും MLAമാർക്കുമൊന്നും ഇല്ലാത്ത പല വീക്ഷണങ്ങളും പല കാഴ്ചപ്പാടുകളും പല പദ്ധതികളും പല പ്ലാനുകളും ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, കോൺഗ്രസ്സിന്, എൻ്റെ കോൺഗ്രസ്സുകാർ നേതാക്കളിൽ ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ, ഒരു പ്ലാൻ ബി ഇൻ ദ ആബ്സെൻസ് ഓഫ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭാവത്തിൽ പാലക്കാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ മത്സരിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിനുള്ള വലിയ പൊട്ടൻഷ്യലുമുള്ള ഒരു നേതാവ് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. കോൺഗ്രസ്സിന് വേണമെങ്കിൽ, കോൺഗ്രസ് മേ ബി അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ശ്രീനാദേവി കുഞ്ഞമ്മയെ പാലക്കാട് മത്സരിപ്പിക്കാം. പാട്ടും പാടി ശ്രീനാദേവി കുഞ്ഞമ്മ പാലക്കാട് നിന്ന് UDFൻ്റെ MLA ആയിട്ട് വിജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എനിക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പ്രത്യേക ഇതൊന്നുമില്ല. ഞാൻ ശ്രീനാദേവി കുഞ്ഞമ്മയെ തന്നെ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി റിപ്പോർട്ടർ TVയിലെ ഒരു മാധ്യമപ്രവർത്തക തന്നെ വിളിച്ചു. അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തി, അവർ ഓഫറുകൾ വെച്ചു എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ അറിയുന്നത്. പക്ഷേ അറിഞ്ഞു തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു, ഇവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ എക്സാക്റ്റ് രാഹുൽ എങ്ങനെയായിരുന്നോ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്, സെയിം അതേ രീതിയിൽ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു നേതാവാണ്. MLA ആവാൻ കാര്യപ്രാപ്തിയുള്ള, യോഗ്യതയുള്ള, അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ്. മത്സരിപ്പിക്കാനും അർഹതപ്പെട്ടതാണ്, മന്ത്രിയാക്കാനും വേണമെങ്കിൽ അർഹതപ്പെട്ട ആൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറയാം. കാരണം സാധാരണ ഈ പറയുന്ന ഇത്രയും ഇപ്പോൾ ആണ് പെണ്ണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു നിയമസഭാ സാമാജികരായിട്ടൊക്കെ വരുന്ന ആളുകൾക്കുള്ള പലപ്പോഴും അവരുടെ അഭാവം, അവർക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് മിക്കപ്പോഴും വലിയ രാഷ്ട്രീയക്കാരനായിരിക്കാം, പക്ഷേ പൊതുധാരണകളോ ഇത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കും സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ. അപ്പോൾ അത്തരക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് എന്തായിരുന്നോ രാഹുൽ, അതേ ഒരു വലിയ ഒരു എല്ലാം കൊണ്ടും ഞാനിപ്പോൾ അവരുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് പോവുക. പലപ്പോഴും നമ്മൾ രാഹുൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ, രാഹുൽ കാര്യങ്ങളെ പഠിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതേ സെയിം ഒരു ടോണ്, സെയിം സംസാരം, അതേ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് അവർ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാദേവി കുഞ്ഞമ്മ വലിയ ഒരു അസറ്റ് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറഞ്ഞു വന്നത്,
പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ കോൺഗ്രസ്സിന് പരിഗണിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് ഇൻ കേസ് രാഹുലിനെ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയെക്കാളും ആപ്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള അർഹതപ്പെട്ട ഒരാൾ പാലക്കാട് മത്സരിക്കാൻ മറ്റൊരാൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ശ്രീനാദേവി കുഞ്ഞമ്മ പാലക്കാട്ടുകാരത്തിയൊന്നുമല്ലല്ലോ. അതിന് പാലക്കാട്ടുകാരത്തിയൊന്നും ആവണ്ട. നിയമസഭാ സാമാജികനല്ലേ, താൻ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. നാട്ടുകാരൻ ഏതുമാവട്ടെ. ഇപ്പം രാഹുൽ മാങ്കൂട്ടം പാലക്കാടുകാരനായിട്ടല്ലല്ലോ പാലക്കാട്ട് വിജയിച്ച് കയറിയത്. അതിനപ്പുറം അയാൾ പാലക്കാട്ട് വിജയിച്ച് കയറിയപ്പോൾ താൻ ഈ നാട്ടുകാരനൊന്നുമല്ല, അതുകൊണ്ട് തനിക്ക് എൻ്റെ നാട്ടിൽ പോയി ചെയ്യാം എന്നൊന്നല്ലല്ലോ അയാൾ കരുതിയത്. അയാൾ പാലക്കാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു, അല്ലേ? ഈ വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ആരോപണങ്ങളോ വിവാദങ്ങളോ പരാതികളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അത് അയാൾ ആ നാട്ടുകാരനായതുകൊണ്ടാണോ? അല്ല. അപ്പോൾ ആ രീതിയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെയും പാലക്കാട്ടേക്ക് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വലിയ ഒരു പ്രതീക്ഷയുള്ള മത്സരം, വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വിജയം ഉറപ്പിക്കാൻ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് തന്നെ സാധിക്കണമെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള വളരെ പൊട്ടൻഷ്യലുള്ള കഴിവുള്ള നമ്മളെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് ഞാൻ പറയാം. കാരണം എനിക്ക് അവരുടെ സംസാരയെ എന്തുമാത്രം ഒരു വളരെ കൃത്യമായിട്ട് അല്ല, വളരെ കൃത്യമായിട്ട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, വളരെ കൃത്യമായിട്ട് ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ, വളരെ കൃത്യമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്ത് വളരെ വളരെ ഷാർപ്പായ ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ശ്രീനാദേവി കുഞ്ഞമ്മ പിന്തുണച്ചോ എന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്ന് പറയില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിട്ടൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വേട്ടയിൽ നടന്ന അനീതിയെയും അധാർമികതയെയും നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അധികാര ദുർവിനിയോഗത്തെയും അവർ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അത് അവർ ചെയ്തത് രാഹുൽ മാങ്കൂട്ടം ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് അവകാശപ്പെട്ട അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ശ്രീനാദേവി കുഞ്ഞമ്മ തയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് അവരുടെ നിലപാടാണ്. വളരെ കൃത്യമായിട്ട് നിലപാടുകൾ പറയാൻ, ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാനല്ല, ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ്സിന് പാലക്കാട്ടേക്ക് ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ശ്രീനാദേവി കുഞ്ഞമ്മ ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടം മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല.